സംസ്ഥാനത്ത് തുലാവർഷം കനക്കുന്നു. ഇടുക്കിയിൽ രാത്രി മുതൽ തുടർച്ചയായ ശക്തമായ മഴ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് 136 അടിക്ക് മുകളിൽ. 13 സ്പിൽവേ ഷട്ടറുകൾ തുറക്കുമെന്ന് തമിഴ്നാട്. എറണാകുളം കോതമംഗലത്ത് കനത്ത മഴയിൽ കുടമുണ്ടപ്പാലം മുങ്ങി. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ്. പാലക്കാട് പോത്തുണ്ടി സജിത കൊലക്കേസിൽ ശിക്ഷാവിധി ഇന്ന് പ്രഖ്യാപിക്കും. വിധി പ്രഖ്യാപിക്കുന്നത് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് കഴിഞ്ഞ ചൊവ്വാഴ്ച. വധശിക്ഷ വേണമെന്നാവശ്യപ്പെട്ട പ്രോസിക്യൂഷൻ. ദേവസ്വങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളിലും ഉദ്യോഗസ്ഥ ഭരണത്തിലും സർക്കാർ ഇടപെടലിന് സാധ്യത. ഇടപാടുകൾ സർക്കാർ മേൽനോട്ടത്തിൽ നടത്തുന്ന നിയമം കൊണ്ടുവരുന്നത് ആലോചനയിൽ. IAS ഉദ്യോഗസ്ഥനെ ദേവസ്വം കമ്മീഷണറായി നിയമിക്കുന്നതും പരിഗണനയിൽ. വിഷയത്തിൽ ഹൈക്കോടതിയുടെ അഭിപ്രായം തേടും. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് ഇന്ന് സന്നിധാനത്ത്. ശബരിമല മേൽശാന്തിക്കുള്ള ചുരുക്കപ്പട്ടികയിൽ 14 പേരും മാളികപ്പുറം മേൽശാന്തിക്കുള്ള ചുരുക്കപ്പട്ടികയിൽ 13 പേരും. നറുക്കെടുപ്പ് ഉഷപൂജകൾക്ക് ശേഷം 7:30. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത് തുടരും. പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കും. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ ഇന്ന് മുതൽ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ച പൂർത്തിയായി. റഷ്യക്കെതിരായ യുദ്ധത്തിന് ടോമഹോക്ക് ദീർഘദൂരം മിസൈലുകൾ ആവശ്യപ്പെട്ട സെലൻസ്കി യുദ്ധം അവസാനിപ്പിച്ച് സമാധാന കരാറിലെത്തണമെന്ന് ട്രംപ്. യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് പുടിൻ ആഗ്രഹിക്കുന്നില്ലെന്ന് സെലൻസ്കി. പുടിനുമായുള്ള ട്രംപിന്റെ കൂടിക്കാഴ്ച ബുഡാപെസ്റ്റിൽ അടുത്തയാഴ്ചയോടെ.